സർ, തമിഴ്നാട്ടിൽ ടി.വി.കെ ഉണ്ടാക്കിയ ഒരു വിജയം, ആ വിജയത്തിനനുസൃതമായി ഒരു ഭരണം കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ ഒരു സഭയുണ്ടാക്കാനോ മന്ത്രിസഭയുണ്ടാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഖേദകരം. അവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഉയരുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമിഴ്നാട്ടിൽ ഒന്നാകും. തമിഴ്നാട്ടിൽ സത്യത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതിപ്പോ ടി.വി.കെ ആയാലും ഡി.എം.കെ ആയാലും എ.ഡി.എം.കെ ആയാലും ആര് തന്നെ ആയാലും ആർക്കും സ്വന്തമായി ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം അവിടെ ഇല്ല. ഈ മൂന്ന് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഈ ലെവലിൽ വന്നതാണ്. അപ്പൊ ഇത്തരത്തിലൊരു അവസ്ഥ വന്നപ്പോൾ ഇവിടെ നിയമപരമായിട്ട് ആദ്യം ഏറ്റവും വലിയ കക്ഷിക്ക് തന്നെയാണ് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ചാൻസ് കൊടുക്കേണ്ടത് എന്നൊരു കീഴ്വഴക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ കക്ഷി ആ ചാൻസ് കൊടുക്കുന്നതിന് മുന്നേ ഭൂരിപക്ഷം ഉണ്ട് ഇത്ര ആൾക്കാരുടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം. അത് ഇതുവരെ ഈ ടി.വി.കെക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വരുന്ന ഡി.എം.കെക്കോ അല്ലെങ്കിൽ എ.ഡി.എം.കെക്കോ അങ്ങനെ അതിൻ്റെ അത്രയൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ടി.വി.കെ കോൺഗ്രസിനെ കൂട്ടുകൂടുന്നു. ആ കോൺഗ്രസിനാകെ 5 സീറ്റേ ഉള്ളൂ. അത് കൂടിയാൽ പോലും ആ ഭൂരിപക്ഷം കംപ്ലീറ്റ് ആകുന്നില്ല എന്നത് വേറൊരു വസ്തുത കൂടിയുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോ പറഞ്ഞു കേൾക്കുന്നു, ഈ പ്രതിപക്ഷമായ എ.ഐ.ഡി.എം.കെയും ഭരണപക്ഷമായിരുന്ന ഡി.എം.കെയും ഒന്നിക്കാൻ പോകുന്നു. അത് ഒന്നിച്ചാലും ആ ഭൂരിപക്ഷം എന്ന ആ സംഖ്യയിലേക്ക് അത് എത്തുകയില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ടി.വി.കെയുടെ നേതാവായ വിജയ് പലതരം വെല്ലുവിളികൾ ഇപ്പോൾ പറയുന്നതായി കേൾക്കുന്നു. കാരണം ഈ ഡി.എം.കെയും എ.ഡി.എം.കെയും ചേർന്നുകൊണ്ട് മറ്റുള്ളവരെ കൂട്ടി അവിടെ മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിൽ ടി.വി.കെയുടെ എല്ലാ എം.എൽ.എമാരും രാജിവെച്ച് ഒഴിഞ്ഞു പോകും എം.എൽ.എ സ്ഥാനം എന്നുള്ള വെല്ലുവിളിയൊക്കെ വിജയ് നടത്തുന്നുണ്ട്. ഇവിടെ വിജയ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോ മഹാരാഷ്ട്രയിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയുടെ ഘടകകക്ഷിയായ ശിവസേന, അതായത് തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എയുടെ ഘടകകക്ഷിയായിരുന്നു, എൻ.ഡി.എയിലെ ഒരു പ്രധാന ഘടകകക്ഷിയായിരുന്ന ശിവസേന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ ബി.ജെ.പി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവിടെ ഉണ്ടായില്ല, കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ ഘടകകക്ഷിയായ ശിവസേനയെ കൂട്ടി ആ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഭരണത്തിൽ കയറേണ്ട ആ സമയത്ത് അവിടെ പ്രതിപക്ഷത്ത് പാർട്ടികൾ, അതായത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എല്ലാവരും കൂടിയിട്ട് ഈ ശിവസേനയെ പിടിച്ചു കൊണ്ടുപോയി. ഈ മുന്നണിയിൽ നിന്ന്, ഈ എൻ.ഡി.എയുടെ മുന്നണിയിൽ നിന്ന് ഈ ശിവസേനയെ അടർത്തി കൊണ്ടുപോയി ശിവസേനയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ഇത് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. ആ ശിവസേന അവിടെ പ്രതിപക്ഷ കക്ഷിയും കൂടിയിട്ട്, അതായത് ഇവരുടെ എതിരാളിയാണ് ഈ ശിവസേന തന്നെ, ഈ കോൺഗ്രസിനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ളത്. ആ ശിവസേന അതേ കോൺഗ്രസും അതേ കമ്മ്യൂണിസ്റ്റും ഒക്കെ കൂടിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ ഭരണം നടത്തിയ ചരിത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ആ ശിവസേന തന്നെ പൊളിയുകയാണ്, അത് രണ്ടായി മാറുകയാണ്. ആ പൊളിഞ്ഞു വന്നത് വീണ്ടും എൻ.ഡി.എയിൽ ചേർന്ന ആ ഭരണം തിരിച്ചു വന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തും സംഭവിക്കാം. അതിന് ടി.വി.കെയുടെ നേതാവ് വിജയ് ചൂടായിട്ട് ഒരു കാര്യമൊന്നുമില്ല. ശിവസേന രണ്ടായി പിളർന്നതിന് ശേഷം ആ പിളർന്ന ശിവസേനയിലെ നേതാവിനെ പിടിച്ച് എൻ.ഡി.എയുടെ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ വീണ്ടും ഭരണം തിരിച്ചു പിടിച്ച ഒരു സംഭവം ഇവിടെ ചരിത്രത്തിലുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വിജയ് ടി.വി.കെയുടെ നേതാവ് സംസാരിക്കാൻ. ഇവിടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല. ആർക്ക്
കസേര പിടിക്കാൻ പറ്റുമോ എന്ന് ഒരു കക്ഷിയിൽ തന്നെ മത്സരം നടക്കുന്ന ഈ സമയത്ത് പല പാർട്ടികൾ പരസ്പരം കൂടിയിട്ട് ആ കസേര പിടിക്കാൻ നോക്കുന്നതിൽ ഒരു അത്ഭുതമായിട്ടൊന്നും നമുക്ക് കാണണ്ട. ഇവിടെ DMKയും ADMKയും കൂടി ഭരണം പിടിച്ചു എങ്കിൽ അതിൽ നിരാശപ്പെട്ടിട്ട് വിജയിക്കും ഒരു കാര്യവുമില്ല. വിജയുടെ ചില പിടിവാശികളും ചില വളരെ ശക്തമായ തീരുമാനങ്ങളിൽ നിന്നൊക്കെ ചില വിട്ടുവീഴ്ചകളിലേക്ക് വിജയി മാറുകയാണെങ്കിൽ വളരെ ഈസിയായി വിജയിക്ക് തന്നെ ഈ ഭരണത്തിൽ കയറാൻ വളരെ എളുപ്പമാണ്. പക്ഷെ തന്റെ ആ പിടിവാശിയിൽ ഉറച്ചു നിൽക്കുകയും അല്ലാതെ അതിൽ ഒതുങ്ങിക്കൊണ്ട് കക്ഷികളുടെ പിന്തുണ കിട്ടണമെന്നും വിജയ് പിടിവാശി കാട്ടുമ്പോൾ തീർച്ചയായും ഇവിടെ DMKക്കും ADMKക്കും, അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷമാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ആ ഭരണ കസേരയിൽ കയറിയിരിക്കുന്നാൽ യാതൊരു അത്ഭുതവും നമ്മൾ കാണേണ്ടതായിട്ടില്ല. ആ ഭരണമുണ്ടായാൽ വിജയുടെ പാർട്ടിയിലെ MLA മാർ മുഴുവൻ രാജിവെച്ചു പോകുമെന്നൊന്നും ഇവിടെ പരസ്യമായി പറഞ്ഞ ആരും അത് കേൾക്കാനും പോകുന്നില്ല എന്നുകൂടി വിജയ് മനസ്സിലാക്കുക. യെസ്, എന്തായാലും DMKയും AIADMKയും തമിഴ്നാട്ടിൽ പരസ്പരം കൈകൊടുക്കുമോ എന്നതാണ് തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഏറ്റവും ഒടുവിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്, വിജയിക്ക് TVKക്ക് തമിഴ്നാട്ടിൽ മന്ത്രിസഭയുണ്ടാക്കാൻ സാധിക്കില്ല, ഭരണത്തിലേറാൻ സാധിക്കില്ല. ഭൂരിപക്ഷം തികയ്ക്കുക എന്നത് TVKയുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാസ്കാണ്. DMKയിൽ നിന്നും കോൺഗ്രസ് TVKക്കൊപ്പം ചേർന്നെങ്കിലും ഭൂരിപക്ഷം തികയ്ക്കാൻ TVKക്ക് സാധിക്കുന്നില്ല. ഇവിടെയാണ് BJPയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചെലുത്താൻ സാധിക്കും എന്നൊരു വലിയ ചോദ്യവും ഉയരുന്നത്. അമിത്ഷാ വീണ്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇടപെടുമോ, മറ്റെന്തെങ്കിലും സ്ഥിതിഗതികൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുമോ എന്ന ചർച്ചകളും പുരോഗമിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.